ലൈസ കുല്ലു മാ ഫിൽ ഖൽബി യുഹ്ക ഫബഅദു സ്വംതി അജ്മൽ. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയാനുള്ളതല്ല, ചില മൗനങ്ങൾ അതിമനോഹരങ്ങളാണ് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഇതിന് പല ആശയങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയണമെന്നില്ല. ചില സന്തോഷങ്ങൾ, ചില പ്ലാനുകൾ, ചില സങ്കടങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില ഇഷ്ടങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമ്മൾ അസൂയാലുക്കളെ ഭയപ്പെടേണ്ടതുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും. രണ്ടാമതായി നമ്മൾ ഒരാളോടായിരിക്കും പറയുന്നത്, അത് കാതോട് കാതോരം കരിയിലക്കാറ്റുപോലെ പറന്ന് പറന്ന് അത് ലോകം മുഴുവൻ അറിഞ്ഞ് നമുക്ക് തന്നെ ഒരു അപഹാസ്യമായ രീതിയിലേക്ക് അത് എത്തി എന്ന് വരും. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ സന്തോഷിച്ച് ഇതാക്കണം. ചില കാര്യങ്ങൾ നമ്മളെ ഉള്ളം കൈയിലിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടതില്ലേ, പറത്തി വിടാതെ അല്ലെങ്കിൽ എറിഞ്ഞു കളയാതെ. അതേപോലെ നമ്മുടേതായ സ്പേസിൽ വെച്ച് ആദരിക്കേണ്ട, സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന ഒരു കാര്യമാണ് അതിൽ ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിൽ എന്താ തോന്നുന്നത്? രണ്ടാമത് നമ്മൾ പറയാനുള്ളത്, നമ്മൾ എല്ലാം പറയാൻ നിന്നാൽ അത് പലപ്പോഴും നമുക്ക് അത് ഒരു പ്രയാസമായി, അതല്ലെങ്കിൽ നമുക്കത് പിന്നീട് തിരുത്താൻ കഴിയാത്തതായി മാറും. അഥവാ വായെ തോന്നിയതെല്ലാം പറയുക എന്നുള്ളത് ശരിയല്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഫൽയഖുൽ ഖൈറ ഔലി യസ്മുത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവൾ ഖൈർ പറയട്ടെ എന്നാണ്, നല്ലത് പറയട്ടെ. നല്ലതല്ലാത്തത് പറയേണ്ട, ഔലി യസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കുണ്ട് വായിൽ വന്നത് പറയുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല. അതുകൂടെ എന്ത് ചെയ്യണം, ചേർത്ത് വെക്കണം. അതേപോലെ തന്നെ മറ്റൊരു വാചകം എന്നുള്ളത് അസുംതു ഹിക്മത്തുൻ. അഥവാ സുംത്ത് എന്നുള്ളത്, അഥവാ നമ്മുടെ മൗനം എന്നുള്ളത് അത് ഒരു എന്താണ്, ഒരു ഹിക്മത്താണ്. എന്നാൽ അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. അത് ചെയ്യുന്നവരെന്താണ്, വളരെ കുറവാണ്. ഹിക്മത്ത് പ്രയോഗിക്കുന്നവർ വളരെ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ആ കവിതയുടെ വരികൾ എന്തുണ്ട്, ധാരാളം ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരാളെ വളരെ ദേഷ്യം വന്നു, അയാളെ ചീത്ത പറയാൻ തോന്നി, പക്ഷെ അത് പറയേണ്ടതല്ല. അവിടെ മൗനമാണ് ഏറ്റവും ഭംഗിയുള്ളത്, അല്ലെ? അജ്മൽ എന്നാണ് ആ പ്രയോഗം ആ കവിതയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ദേഷ്യം വന്ന സമയത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറല്ല വർക്ക് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ശാന്തത വേണം, മൗനം വേണം. അപ്പോഴാണ് ഞാനൊന്ന് ചിന്തിക്കട്ടെ പറഞ്ഞിട്ട് നമ്മൾ ഉറക്കെ സംസാരിച്ചുകൊണ്ട് ചിന്തിക്കുകയല്ലല്ലോ. ഞാനൊന്ന് ചിന്തിക്കട്ടെ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ശാന്തമാവും. അപ്പം നമ്മൾ എത്ര മൗനം അവലംബിക്കുന്നോ, എത്ര ശാന്തമാകുന്നോ, അതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തകൾ ഉണ്ടാകും. അപ്പം നല്ല വാക്കുകൾ എന്ത് ചെയ്യും, വരും. ഒരാളുടെ പറയുമ്പോഴത്തേക്ക് നാലിനങ്ങോട്ട് പറയട്ടെ എന്നല്ല, പറയാത്തതുണ്ട്. അവിടെ നമ്മളങ്ങനെ കുറച്ച് നേരം, നമ്മൾ ഭാര്യ നമ്മോട് കയർക്കുകയാണ്, ഭർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്, അപ്പോൾ ഞാൻ വിട്ടുകൊടുക്കേ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയാൻ നിൽക്കാതെ അത് കുറച്ച് നേരം ഇങ്ങനെ കേട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കതിന് ഒരൊറ്റ വാക്കിൽ മൂപ്പര് അതുവരെ പറഞ്ഞതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇല്ലാതാക്കി പൊളിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പാത്രം തട്ടിയപ്പോൾ, ഭക്ഷണം തട്ടിയപ്പോൾ റസൂൽ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, അവിടെ റസൂൽ എന്ത് ചെയ്ത്, ഓരോന്ന് പെറുക്കിയെടുത്ത്, അല്ലേ, നിങ്ങളുടെ ഉമ്മ ദേഷ്യത്തിലാണ് എന്നുള്ള പ്രയോഗം നടത്തുകയാണ് ചെയ്തത്. മൗനമായിരുന്നു അവിടെ. അതെ, മൗനമായിട്ട്, അല്ലേ? അവിടെ എന്തൊക്കെ പറയായിരുന്നു, ഒന്നും പറഞ്ഞു. ചിലരൊക്കെ എന്താ പറയുക, നന്നായിട്ട് പറഞ്ഞു എന്ന് 4 വർത്തമാനം പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞ് എന്നുള്ളതിന് പകരം നന്നായി പറയാം എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ട കാര്യം.